ഹലോ ഗായ്സ്, എല്ലാവർക്കും സൈക്കോ ഫാമിലിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഞങ്ങളുടെ വൈകുന്നേരമാണ്. മണിക്കുട്ടൻ്റെ പപ്പാച്ചി രാവിലെ 8 മണിക്ക് പോയിട്ട് വൈകിട്ട് 8 മണിക്ക് വരുന്നുണ്ട്. അവന് കൂടുതൽ സമയമൊന്നും പപ്പാച്ചിയുടെ കൂടി ഇരിക്കാൻ പറ്റുന്നില്ല. പുള്ളി ഞായറാഴ്ചയും ഷോപ്പിൽ പോവും. അപ്പോൾ മണിക്കുട്ടൻ്റെ പപ്പാച്ചി ഒത്തുള്ള വൈകുന്നേരമാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. എനിക്ക് മണിക്കുട്ടൻ്റെ യാത്രകൾ വലിയ ഇഷ്ടമാണ്. എവിടോട്ട് തെണ്ടാൻ പോകണമെന്ന് പറഞ്ഞാലും ഞങ്ങൾ റെഡിയാണ്. അറ്റ്ലീസ്റ്റ് അത് അവിടെ ഒരു കട വരെയാണെങ്കിലും ഞങ്ങൾ എപ്പോഴും റെഡിയാണ്. എവിടോട്ട് വേണേലും ഞങ്ങൾക്ക് സർക്കിട്ട് പോകാനായി. യാത്രകളെ ഇഷ്ടപ്പെടാത്തതായിട്ട് ആരാണുള്ളത് ഗായ്സ്? എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോൾ ഞങ്ങളുടെ യാത്രയെന്ന് പറയുന്നത് അർജൻറ്റ് എപ്പോഴേലും ഒരു ലീവ് എടുക്കുമ്പോൾ എങ്ങോട്ടേലും പോവും, ടൂർ എന്ന പേരിൽ. പിന്നെ ഞങ്ങൾ മിക്ക ദിവസവും അർജൻറ്റ് വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളിങ്ങനെ പുള്ളിക്ക് ചായയൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് ഇങ്ങനെ കറങ്ങാൻ പോകും. ഒരാവശ്യമില്ല, വെറുതെ കറങ്ങാൻ പോകും. ഒരാവശ്യമില്ലെന്ന് പറഞ്ഞാലും കടയിൽ കയറുമ്പോൾ തന്നെ നമുക്ക് ആവശ്യമില്ലാത്തതായിട്ട് എന്തെങ്കിലും ഉണ്ടോ? കൂടുതലൊന്നും വാങ്ങുന്നില്ല, വല്ല ബിങ്കോയോ ചോക്ലേറ്റോ ഒക്കെ വാങ്ങിയിട്ട് ഞങ്ങളിങ്ങനെ കറങ്ങി തിരിഞ്ഞ് ഈ കണ്ണമ്പറ കല്ലേരി നിറയെ റോഡുകളാണ്. കാരണം ഈ ഭൂമി ഉരുണ്ടാന്ന് പറയത്തില്ലേ, അതുപോലെയാണ്. നമ്മൾ എങ്ങോട്ട് തിരിഞ്ഞു പൊളഞ്ഞു പോയാലും കറങ്ങി തിരിഞ്ഞ് കല്ലേരി തന്നെ എത്തിക്കോളൂ. അതുകൊണ്ട് ഇങ്ങനെ അങ്ങ് നമുക്ക് രാത്രിയിൽ അങ്ങ് പോവാം. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം. വിള പറഞ്ഞിട്ട് ഞാൻ നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. അപ്പം കമാൺ. നിങ്ങൾ വിചാരിക്കുന്നതൊക്കെ എന്തിനാണ് ഞങ്ങളോട് പറയുന്നതെന്ന്? ഇതൊക്കെ ഞങ്ങളുടെ വീട്ടിലിരിക്കുന്നവരുടെ ചെറിയ ചെറിയ സന്തോഷങ്ങൾ. അവരുടെ ജോലിക്കിടയിൽ ഇതുപോലെ കഷ്ടപ്പെട്ട് എടുത്ത് എഡിറ്റ് ചെയ്ത് വീഡിയോ ഒക്കെ ഇടുവാണെങ്കിൽ അത് അവരുടെ സന്തോഷം, മനസ്സുഖം ഇതൊക്കെയാണ്. അല്ലാതെ വീട്ടിലെ കാര്യങ്ങൾ കാണിക്കാനോ അങ്ങനെ ഇങ്ങനെയൊന്നും അല്ല. ഒരു സന്തോഷം, അത്രയേ ഉള്ളൂ. പിന്നെ ചിലരൊക്കെ പറയുന്നുണ്ട് ഇവർക്കൊന്നും വേറെ പണിയൊന്നുമില്ല, ഒരു പണിയില്ലാത്തവരെ ഇതൊക്കെ ചെയ്യുന്നതെന്ന്. ഇതിൻ്റെ പുറകിലും നല്ല നാന്തരം ഒരു പണിയുണ്ടെന്ന് വീഡിയോ എടുക്കുന്നവർക്കും ഇടുന്നവർക്കും ഒക്കെ നന്നായിട്ടറിയാം. അപ്പോൾ പിന്നെ അതൊന്നും ഞങ്ങൾ കൂടുതലൊന്നും പറയുന്നില്ല. ഇഷ്ടമുള്ളവർ കാണുക, ഇഷ്ടമില്ലാത്തവർ കാണാതിരിക്കുക. അപ്പം നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. കമാൺ. ഒരു 8-8:30 ആയപ്പോഴത്തേനും ഞാൻ മണിക്കൂട്ടിന് ഫുഡൊക്കെ കൊടുത്തു. അവൻ ഇന്ന് കുറുക്കായിരുന്നു കൊടുത്തത്. അപ്പം ഞങ്ങളുടെ പപ്പാച്ചി വന്നു. പപ്പാച്ചി ഇന്ന് ഒരു 8:45 ആയി, ഇച്ചിരി ലേറ്റായി വന്നപ്പോൾ. അപ്പോൾ ഞങ്ങൾ സർക്കിട്ട് പോകാനായിട്ട് നിൽക്കുകയാണ്. മണിക്കുട്ടിനൊരു പൂമ്പാറ്റയെ കണ്ട് പേടിച്ച് നിൽക്കുകയാണ്. മണിക്കുട്ടൻ പൂമ്പാറ്റ, ചേലന്തി എന്നിവയൊക്കെ ഭയങ്കര പേടിയാണ്. വല്ല പട്ടി വന്നാലോ പോത്ത് വന്നാലോ എന്നൊരു കുഴപ്പമില്ല. പക്ഷെ അവന് പേടിയുള്ളത് ചേലന്തിയെ, പൂമ്പാറ്റെ ഇങ്ങനെയുള്ള ചെറിയ പ്രാണികളെയാണ്. സ്പൈഡർമാൻ്റെ ആരാധകനാണ് ഇവന്. ഇത് കണ്ട, എപ്പോഴും സ്പൈഡർമാൻ കണ്ടാ കാണിക്കാത്ത കുരുത്തക്കേടൊന്നുമില്ല, ഭയങ്കര കുറുമ്പനാണ്. അപ്പം ഞങ്ങളിതാ പോവാണ്. ഒരാവശ്യമില്ലാത്ത ഒരു യാത്രയാണ്. ഒരു എൻ്റർടൈൻമെൻറ്റ്. നമ്മൾ ഹാപ്പിയായി എങ്ങനെയൊക്കെ ഇരിക്കാൻ പറ്റുമോ അങ്ങനെയെല്ലാം നമ്മൾ ചെയ്യണം. ചുമ്മാ ഇങ്ങനെ ജീവിച്ച് തിന്നും കുടിച്ചും എങ്ങനെ ചത്തുപോയിട്ടുള്ള കാര്യം. ചെറിയ ചെറിയ സന്തോഷങ്ങൾ പോലും വിട്ടുകളയരുത്. അത് നമുക്ക് ആസ്വദിക്കാവുന്ന പോലൊക്കെ ആസ്വദിച്ച് ജീവിച്ച് പോകണം. ഇതൊക്കെയാണ് ഞങ്ങളുടെ സന്തോഷം. ചുമ്മാ ഒന്ന് കറങ്ങുക. വലിയ വലിയ ട്രിപ്പൊന്നും പോകണമെന്നൊന്നുമില്ല. ഇങ്ങനെ ജസ്റ്റ് ഒന്ന് എന്തെങ്കിലുമൊക്കെ സംസാരിച്ചും മിണ്ടിയും പറഞ്ഞും കഥകൾ പറഞ്ഞും ഒക്കെ അങ്ങ് പോകുന്നത്, കൂടെ ഇരുന്ന് ഫുഡ് കഴിക്കുന്നത്, വർത്താനം പറയുന്നത്, ഇതൊക്കെ മതി. നമ്മൾ വീട്ടിൽ ഇരിക്കുന്ന പെണ്ണുങ്ങൾക്കൊക്കെ ഇതൊക്കെ മതി. പക്ഷേ അതുപോലും ചെയ്യാതിരിക്കുമ്പോഴാണ് വീട്ടിൽ വലിയ കലഹങ്ങളുണ്ടാകുന്നത്. നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുക എല്ലാം കൊണ്ടും. അപ്പോൾ ഞങ്ങൾ കറങ്ങി കണ്ണമ്പറയൊക്കെ എത്തി. കണ്ണമ്പറ ഞങ്ങളുടെ മെയിൻ പാമ്പർ വാങ്ങുന്ന കടയാണത്. കാണുന്ന കട. നമുക്ക് തിരിച്ചു വരുമ്പോൾ കാപ്പിക്കുള്ള മാഗി വാങ്ങണം. നമുക്ക് അവിടെ കയറാം. ഒറ്റ മനുഷ്യനില്ല, എല്ലാവരും കടയൊക്കെ പൂട്ടി. ഒറ്റ മനുഷ്യരില്ല, പോയി. സമയം 9:30 ആയി. ഞങ്ങൾ ഈ നട്ടപ്പാതിരയ്ക്കാണ് ഇങ്ങനെ ഇറങ്ങുന്നത്. നല്ല തണുപ്പൊക്കെ ഉണ്ട്. നമുക്ക് കാറ്റടിക്കുമ്പോൾ തന്നെ നല്ല തണുപ്പാണ്. എങ്ങോട്ടാ പോണ്ടേന്ന് ഇടയ്ക്ക് ചോദിക്കുന്നുണ്ട്. പക്ഷെ എങ്ങോട്ടാന്നില്ലാത്തൊരു യാത്രയില്ലേ, അങ്ങ് പോവുക. എങ്ങോട്ടേലും പൊക്കൂന്ന് പറഞ്ഞിട്ടാണ് ഈ പോകുന്നത്. പിന്നെ ഇവിടെ ഞങ്ങൾ റിട്ടേൺ അടിച്ചു. ഇതേ മാഗിയൊക്കെ വാങ്ങി. ഇവൻ ഭാവിയിലൊരു റൈഡറായിരിക്കും, കണ്ണാപ്പി.
അങ്ങനെ മാഗിയൊക്കെ വാങ്ങി ഞങ്ങൾ വേഗം റിട്ടേൺ അടിച്ചു. കാരണം തണുപ്പ് കൂടുമല്ലേ, കുഞ്ഞുണ്ടല്ലോ എന്നൊക്കെ ഓർത്തിട്ട് പിന്നെ തിരിച്ചു വന്നു. അങ്ങനെ വേഗം തന്നെ റിട്ടേൺ അടിച്ചു. തണുപ്പ് ഭയങ്കരമായിട്ടുണ്ട്. ഇപ്പോൾ ഡിസംബർ മാസമൊക്കെ ആവാറായില്ലേ, ഇപ്പോൾ തണുപ്പൊക്കെ നന്നായിട്ടുണ്ട്. ഇതേ നമ്മുടെ കണ്ടമ്പ്ര അമ്പലം. ഇവിടെ ഉത്സവം കൂടാനായിട്ടാണ് എൻ്റെ വീട്ടിൽ നിന്ന് അവരൊക്കെ വരുന്നത്. ഇത്രയും ദൂരമായതുകൊണ്ട് എപ്പോഴും ഒന്നും വരവൊന്നും നടക്കത്തില്ല. അപ്പോൾ ഞങ്ങൾ വേഗം വീട്ടിലെത്തി. ഗേറ്റൊക്കെ ഞങ്ങളിപ്പോൾ കയറിട്ടാണ് കെട്ടി വെക്കുന്നത്. ഇവിടെ ഒരു ഹൊറർ ഉള്ളതുകൊണ്ട്. അപ്പം അകത്ത് അമ്മയും അച്ഛനും ഒക്കെ ഭയങ്കര പരിപാടിയിലാണ്. അമ്മ TV കാണുന്നു. അമ്മയുടെ സീരിയലൊക്കെ 6 മണി മുതൽ 10 മണി വരെ ഓടുന്നുണ്ട്. അമ്മ അത് മൊത്തം കുത്തിയിരുന്ന് കാണും. കണ്ടോ, തന്നെ ഇരുന്ന് ചിരിക്കുന്ന ചിരി കണ്ടോ, എന്ത് കണ്ടിട്ടാണോ. പിന്നെ അച്ഛൻ അടുക്കളയിൽ എന്തോ കാര്യമായിട്ടുള്ള പരിപാടിയിലാണ് അച്ഛൻ. എന്തോ മാങ്ങയിടുവോ അച്ചാറിടുവോ എന്തൊക്കെയോ ആണ്. അച്ഛൻ അടുക്കളയെ സഹായിക്കും. മണിക്കൂട്ടിൻ്റെ ഇവിടെ ചാടിത്തുള്ളി പോയതിൻ്റെ സന്തോഷവും സ്പൈഡർമാൻ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അവനിന്ന് ലേറ്റായിട്ട് എണ്ണീറ്റുകൊണ്ട് തന്നെയാണ് ഞങ്ങളിന്ന് എങ്ങോട്ടേലും ഒന്ന് പോകാമെന്ന് വെച്ചത്. കാരണം സമയം പോകണമല്ലോ. ഇന്നിനി 10, 11:30, 12 ആവും ഉറങ്ങുമ്പോഴത്തേന്. അപ്പം ഞങ്ങളിങ്ങനെ പോസ്റ്റ് പോലെ ഇരിക്കണ്ടല്ലോ എന്ന് ഓർത്തിട്ട് എത്ര നേരം എന്ന് വെച്ചാൽ ഫോണും നോക്കിയിരിക്കുന്നത്. അതുകൊണ്ടാണ് സമയം പോട്ടെ എന്ന് ഓർത്തിട്ടാണ് ഞങ്ങൾ പുറത്തു പോകുന്നത്. ഇത് എപ്പോൾ ഉറങ്ങുമെന്ന് ദൈവത്തിനറിയാം. പിന്നെ ഞങ്ങൾ അത്താഴമൊക്കെ കഴിച്ച് കിടന്നു. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ ബൈ ബൈ, സീ യു.